നല്ല ഈസി ആയിട്ടുള്ള പൊട്ടാറ്റോ റെസിപ്പിയാണത്. അതിനായിട്ട് ഞാനിവിടെ 4 പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇനി എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകണ വരെ ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് മസാലസ് ചേർക്കാം. അതിനായിട്ട് ഞാൻ സവാള ഒതുക്കി വെക്കുന്നുണ്ട്. അതിനായിട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ വീതം പെരിഞ്ജീരകവും ചെറുജീരകവും, 1 ടീസ്പൂൺ വീതം മുളകും മല്ലിയും ക്രഷ് ചെയ്തതാണ്. ഇത് നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് ചേർക്കേണ്ടത് വേവിച്ച് വെച്ച പൊട്ടാറ്റോസാണ്. പൊട്ടാറ്റോസ് ചേർക്കാം. ഇത് നല്ല ഫേമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3, നമ്മുടെ എരിവിനനുസരിച്ച് 3ഓ 4ഓ ചുവന്ന മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളകായാലും മതി. ഇനി വേണ്ടത് മല്ലിയിലയാണ്. ഈ മല്ലിയിലയും ചേർത്ത് ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഫ്ലെയിം കുറച്ച് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.